സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മുടെ വികാരങ്ങളെ എങ്ങനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ് നമ്മോടൊപ്പമുള്ളത്. ഫീലിംഗ്സ് ആൻഡ് ഡീലിംഗ്സ് എന്ന വിഷയത്തിൽ ഇന്ന് നമുക്ക് ക്ലാസ് നയിക്കുന്നത് ബഹുമാനപ്പെട്ട നവാസ് കൂരിയാട് സാറാണ്. കഴിഞ്ഞ 15 വർഷത്തിലധികമായി ട്രെയിനിങ് രംഗത്ത് സജീവ സാന്നിധ്യമായ അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി 1500-ലധികം സെഷനുകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. സൈക്കോളജിക്കൽ കൗൺസിലർ, EFT പ്രാക്ടീഷണർ, ഹിപ്നോതെറാപ്പിസ്റ്റ്, NLP മാസ്റ്റർ ട്രെയിനർ, കൂടാതെ JCI ട്രെയിനർ എന്നിങ്ങനെ വ്യക്തിത്വ വികാസ മേഖലയിലെ ഒട്ടനവധി തലങ്ങളിൽ തന്റേതായ ഒരിടം ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം. ഗവൺമെന്റ് തലത്തിലും ചൈൽഡ് ലൈൻ ഉൾപ്പെടെയുള്ള സാമൂഹിക സംഘടനകളിലും റിസോഴ്സ് പേഴ്സണായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എത്തിയ നവാസ് കൂരിയാട് സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിൽ കൂടെയുള്ള ഷമീമ മാഡം എന്നിവരെയും ഈ സെഷനിൽ പങ്കാളികളാവുന്ന ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നവാസ് സാറെ ക്ഷണിക്കുന്നു. ഓവർ ടു യു സർ. താങ്ക് യു. വളരെ സന്തോഷം. 287-ാമത്തെ ഈ സെഷനിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഇതെൻ്റെ പ്രോഗ്രാം ഡയറക്ടർ നൂസിഫ മാം, അതോടൊപ്പം നസീബ ബഷീർ, ഷമീമാം, ഷാജിർ, മറ്റു പ്രിയമുള്ളവരെ, ഞാൻ ഓഡിയബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ. ഓക്കെ. ഇവിടെ നല്ല മഴയും അതൊക്കെയാണ്. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ അറിയില്ല. ഇവിടെ പരപ്പനങ്ങാടി പ്രദേശം. ഏതായാലും വളരെ സന്തോഷം. നമുക്ക് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ വിഷയം വലിയൊരു വിഷയമാണ്. അത് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ നമുക്ക് അവതരിപ്പിക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് സെഷൻ ആരംഭിക്കുകയാണ്. ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്ന ദ ഫാദർ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ നമുക്കറിയാം, ഹാർവാർഡ് ഗാർണർ പോലത്തെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് മനുഷ്യന് 9 തരം ബുദ്ധി ഉണ്ട് എന്നാണ് പറയാറുള്ളത്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അതിൽ ബുദ്ധികളുടെ രാജാവ് എന്ന് പറയുന്ന ഒരു ബുദ്ധിയാണ് വൈകാരിക ബുദ്ധി, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഏവാ മനുഷ്യാനാം കാരണം ബന്ധന മോക്ഷയോ എന്ന് പറയും. മനസ്സ് എന്ന് പറയുമ്പോൾ മനസ്സിന് പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്ന് തോട്ട്സ്, 2 ഇമോഷൻസ്, 3-മത്തത് ഫീലിങ്സ്, 4-മത്തത് ബിഹേവിയർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഏതൊരു സംഭവത്തോടും നമ്മൾ ആ സംഭവത്തോടുള്ള, ഇപ്പം നമുക്ക് ഇതിൽ ഒരുപാട് കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, പല മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികളാണ് ഇവിടെ ഉള്ളത്, അഡ്വക്കേറ്റ്സ്, ഒരുപാട് ആളുകളെ എനിക്കിതിൽ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ പ്രമുഖ വ്യക്തികൾ ഇവിടെ വന്ന് സംവദിച്ചു പോയ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ എന്നെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത റസീന മാമാണ്, നൂസിയ മാഡത്തോട് എന്നെ ഇതിലേക്ക് പങ്കാളിയാക്കാൻ സാധിച്ചത്. ഇവിടെ നമുക്കറിയാം, ഇന്ന് നമ്മളുടെ കാലഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം എല്ലാവർക്കും പ്രതികരിക്കുന്ന ഒരു മൈൻഡിലുള്ളത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളെ മനസ്സിനെ ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഏവാ മനുഷ്യാനാം കാരണം ബന്ധന മോക്ഷം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥമാണ്. അതായത് നമ്മളെ മനസ്സ് തന്നെയാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നതും മോചിപ്പിക്കുന്നതും. ഇപ്പൊ ശ്രീബുദ്ധന്റെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ, വാട്ട് യു തിങ്ക് യു ബിക്കം, വാട്ട് യു ഫീൽ യു അട്രാക്ട് എന്ന് പറയാം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരും, നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഡാനിയൽ ഗോൾമാനെ പോലത്തെ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തിയ ആളുകൾ പറയും, നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ വളരെ അപകടമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയും. അവർ വിചാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം, ഇല്ലെങ്കിൽ അവർ അസ്വസ്ഥരാണ്. അപ്പോൾ അവിടെ നമുക്ക് അധ്യാപകരായ ആളുകൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ചിലപ്പോൾ നേരിടാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഒരു വലിയ ടോപ്പിക്കാണ്, അതിൻ്റെ പരിമിതി എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാലയിൽ പൂക്കളെ പോലെയാണ് നമുക്ക് ഉദാഹരണം പറയാം. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ മോഷൻസ് എന്നാണല്ലോ, ചലിച്ചുകൊണ്ടിരിക്കുന്ന.
ഒരു മാല, ആ മാലയിലെ പൂക്കൾ, അത് മുല്ലപ്പൂവായാലും വേണ്ടി ഏത് പൂവായെങ്കിലും ആ ഒരു പൂക്കള് അതിനെ കോർക്കുന്ന ഒരു നൂലുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഉണ്ടാവും. പക്ഷെ ആ നൂല് നമ്മൾ കണ്ടോണമെന്നില്ല. അപ്പൊ നമ്മളുടെ വികാരങ്ങള് നമുക്ക് വന്നും പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ നമ്മള് എങ്ങനെ ഫീൽ ചെയ്യുന്നു അനുസരിച്ചാണ് ആ വികാരങ്ങൾ നമ്മളെ എഫക്ട് ചെയ്യുക. വികാരങ്ങൾ, ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഹോർമോൺസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ഇമോഷൻസും നമ്മുടെ ശരീരത്തിൽ പല ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോണ്ട്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഓരോ ഇമോഷൻസ് വരുമ്പോൾ നമുക്കതിനെ കമ്പൽസീവ് ആയിട്ടും എടുക്കാം, അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടും എടുക്കാം. എന്താണ് കമ്പൽസീവ്, എന്താണ് കോൺഷ്യസ്? കാരണം ഇവിടെ ഇമോഷണൽ മാനേജ്മെന്റ് ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെ ചില ആൾക്കാർ പറയും, ഓരിന്നോട് എങ്ങനെ പെരുമാറിയതുകൊണ്ടല്ല ഞാൻ അവരോട് അങ്ങനെ എനിക്ക് ദേഷ്യപ്പെടേണ്ടി വന്നത്. അപ്പൊ അതിന്റെ അർത്ഥം മറ്റൊരാളുടെ പെരുമാറ്റത്തെ നമ്മൾ എങ്ങനെ എടുക്കുന്നു, കമ്പൽസീവ് ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇമോഷൻസിന്റെ അടിമയായിട്ട് മാറുകയാണ്. അതേസമയം കോൺഷ്യസ് ആയിട്ടാണ് നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇമോഷൻസിന്റെ ഉടമയാവും. നിങ്ങൾക്ക് അടിമയാവണോ ഉടമയാവണോ എന്നത് നിങ്ങൾ അതിനെ എങ്ങനെ എടുക്കുന്നു അനുസരിച്ചാണ്. ഓരോ വികാരങ്ങൾ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകള്, വികാരങ്ങള്, ഫീലിങ്സ്, അതോടൊപ്പം തന്നെ ബിഹേവിയർ ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു സംഭവം, ഉദാഹരണം, ഒരു പരീക്ഷ അടുത്തിരിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ നമ്മളൊക്കെ പലതരം പരീക്ഷകളിലൂടെ കടന്നു പോയവരാണ്. ഈ പരീക്ഷ അടുക്കുന്ന സമയത്ത് ആ പരീക്ഷ അവിടെ ഒരു തോട്ട് വരികയാണ്, ഞാൻ തോൽക്കുമെന്ന് ഒരു കുട്ടി ആ ഒരു ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനോട് ചുറ്റിപ്പറ്റി വരുന്ന ഇമോഷൻസ് ആങ്സൈറ്റി ആവും, അതായത് ഉത്കണ്ഠ ഉണ്ടാവും, ആ കുട്ടിയെ സംബന്ധിച്ചോണ്ടാവും. അപ്പൊ അവിടെ വരുന്ന ഫീലിങ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷൻ തോന്നുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, ഇമോഷൻസും ഫീലിങ്സും നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു ഇമോഷൻ വന്നു, പക്ഷെ ആ ഇമോഷൻസിന് ഫീലിംഗ് എന്ന് പറയുമ്പോൾ അത് പിന്നെ എനിക്ക് ടെൻഷൻ തോന്നുന്നു, എനിക്ക് ദേഷ്യം തോന്നുന്നു. എല്ലാവർക്കും ഇമോഷൻസ് ഒരേപോലെ ആയിക്കോളണമെന്നില്ല. ഇമോഷൻസ് അവരെങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ചിലപ്പോൾ ടെൻഷൻ തോന്നും, അല്ലെങ്കിൽ ഇങ്ങനെ തോന്നും. അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ബിഹേവിയർ എങ്ങനെ വരുന്നു, നമ്മൾ CBT ഒക്കെ പറയാനല്ലോ, ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ആ ബിഹേവിയർ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ എടുക്കാം. ഒന്ന്, പഠിക്കാൻ മടി ചില ആളുകൾക്ക് തോന്നും. ചില ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ നന്നായി പഠിക്കും. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണേ. അപ്പൊ നമ്മുടെ തോട്ടിൽ നിന്ന് ഇമോഷൻസ് വന്നു, ഇമോഷൻസ് ഫീലിങ്സിലേക്ക് കൊണ്ടുപോയി, ആ ഫീലിങ്സിന് അനുസരിച്ചാണ് നമ്മൾ ബിഹേവിയർ വരുന്നത്. ഇപ്പൊ ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇസ് 10% വാട്ട് ഹാപ്പൻ ടു യു, 90% ഹൗ യു റെസ്പോണ്ട് ടു ഇറ്റ് എന്ന് പറയും. അപ്പൊ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നതാണ്. ഇപ്പൊ ഇവിടെ എനിക്ക് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, അരിസ്റ്റോട്ടലിന്റെ ഒരു വാക്ക്, അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു വാക്ക്, അദ്ദേഹം ദേഷ്യത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിബഡി ക്യാൻ ബിക്കം ആംഗ്രി, ദാറ്റ് ഈസ് ഈസി, ബട്ട് ടു ബി ആംഗ്രി വിത്ത് ദ റൈറ്റ് പേഴ്സൺ ആൻഡ് അറ്റ് ദ റൈറ്റ് ഡിഗ്രി ആൻഡ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ഫോർ ദ റൈറ്റ് പർപ്പസ് ആൻഡ് ഇൻ ദ റൈറ്റ് വേ, ദാറ്റ് ഈസ് നോട്ട് വിത്തിൻ എവറിബഡീസ് പവർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി എന്നാണ് പറഞ്ഞത്. അതായത് ആർക്കും കോപിക്കാം, അത് എളുപ്പമാണ്. പക്ഷേ കോപിക്കേണ്ടത് ശരിയായ വ്യക്തിയോട് ശരിയായ അളവിൽ, ശരിയായ സമയത്ത്, ശരിയായ രീതിയിൽ, ശരിയായ കാര്യത്തിന്, ഇതത്ര എളുപ്പമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ ഇമോഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ കമ്പൽസീവ് ആയിട്ട് എടുക്കാം, കോൺഷ്യസ് ആയിട്ട് എടുക്കാം. കോൺഷ്യസ് എന്ന് പറയുമ്പോൾ മൈൻഡ്ഫുൾനെസ് ലെവലിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇമോഷൻസ് വന്നും പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മാലയിലെ പൂക്കൾ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അത് കോർക്കുന്ന ആ നൂലിനെ കണ്ടോണമെന്നില്ല. ഈ നൂലാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ആ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ ആ പൂക്കൾ ഒന്നായിട്ട് പുറത്തേക്ക് പോകുന്ന പോലെ അവിടെ കൺട്രോൾ ചെയ്യുക എന്നതാണ്. ഇപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത് പല രീതിയിലാവും. ഭഗവത്ഗീതയിൽ അതിനെക്കുറിച്ച് പറയുന്നത്, ക്രോധോപപതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമഹ സ്മൃതിനാശോ ബുദ്ധിനാശോ ബുദ്ധിനാശോ പ്രണശ്വതി എന്ന് പറയാം. കോപം വരുന്ന സമയത്ത് നമ്മളുടെ ബുദ്ധിനാശം സംഭവിക്കും. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം,
എന്നറിയില്ല. അൽ ഗളബ് മിന ഷൈത്താൻ എന്നൊക്കെ പറയും. ലൈസ ഷദീദ് ബിസ്സുറ ഇന്നമ ഷദീദ് അല്ലദി യംലികു നഫ്സുഹു ഇൻദൽ ഗളബ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യത്തെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ശക്തമാൻ പറയുമ്പോൾ ഫയൽമാനോട് യുദ്ധം ചെയ്ത് പോരാടുന്നവൻ അത് കായികമായി മാത്രമേ ഉള്ളൂ. പക്ഷെ സ്വന്തം മനസ്സിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നത്, ആ എടുക്കുന്നതിന് അവിടെ ഒരു പോസ് ചെയ്യാൻ പലർക്കും സാധിക്കാറില്ല. ഇപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് അറിയാം, നമ്മളെ കൈയാണ് ഏറ്റവും കൂടുതൽ അതിന് പിന്നെ നമ്മൾ പല ആളുകളും ഐഫോൺ പോലത്തെ വല്ല വിലപിടിപ്പുള്ള ഫോണുകളൊക്കെ ചിലപ്പോൾ എറിഞ്ഞ് പൊട്ടിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ദേഷ്യത്തിന്റെ സമയത്തുണ്ടായ ഏത് റിയാക്ഷനും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കമ്പൽസീവ് ആവുമ്പോൾ അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ഇമോഷൻസും നമ്മളുടെ മസിൽസിനെ സ്വാധീനിക്കാറുണ്ട്. ഫീലിങ്സ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇമോഷൻസ് ആണ് ഫീലിങ്സിലേക്ക് കൊണ്ടുപോകുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും, എല്ലാവർക്കും ഒരേ ഇമോഷൻസ്, പക്ഷെ ഫീലിങ്സ് ഡിഫറെന്റ് ആയിരിക്കും. ആ ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ആ റെസ്പോൺസിന് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അവിടെ റെസ്പോൺസ്, ഇപ്പൊ ദേഷ്യം വരുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരുപാട് ഒട്ടുമിക്ക ആളുകളും അറിയുന്ന ഒരു കാര്യമാണ് 5D എന്നൊരു കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ദേഷ്യം വരുന്ന സമയത്ത്. കാരണം ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ വഷളാവുന്നത് ഈ ദേഷ്യം എന്ന് പറഞ്ഞ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് എന്താണോ തോന്നിയത് അത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആളെ വലിപ്പം നോക്കൂല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ അപ്പം അങ്ങോട്ട് പറയും എന്ന് പറയും. ഇത് വളരെ അഭിമാനത്തോടെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ അങ്ങേ തലയിലെ ആളിലേക്ക് നമ്മുടെ ആ പ്രതികരണം ഏത് തരത്തിലേക്കാണ് എടുക്കുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില വാക്കുകൾ ചിലപ്പോൾ മൂർച്ചയേറിയതാവും. അമ്പ് കൊണ്ടുള്ള വ്രണം കാലത്താൽ ഉണങ്ങിയിടും, കൊമ്പുകൾ കണ്ടിച്ചാലും പാദം കിളിർത്തിയിടും, കാട്ടുതീയിൽ വന്നാലും വനം പിന്നെയും തളിർത്തിയിടും, കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ കർണങ്ങൾക്കകം പൂക്ക് പുണ്ണായാൽ അത് പിന്നെ ശമിക്കയില്ല ഒട്ടുനാൾ ചെന്നാൽ പോലും എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടാവും. അതാണ്. പക്ഷെ ആ സമയത്ത് ആ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധത്തെ, അത് ഞാൻ പറഞ്ഞാൽ അരിസ്റ്റോട്ടിലെ വാക്കുകൾ പറഞ്ഞല്ലോ, ആർക്കും ആരോട് എന്തും പറയാം, പക്ഷെ എപ്പോ പറയണം, എങ്ങനെ പറയണം, പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറയാൻ പഠിക്കുക എന്ന് പറഞ്ഞ് വലിയ ഇമ്പോർട്ടൻസ് ആണ്. പ്രത്യേകിച്ച് ഇന്നറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതികരണം, ചില ആളുകൾ ചിലതിനോടുള്ള കമന്റ്, ഒന്നും അറിയാത്ത ആളായിരിക്കും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം. ആ അഭിപ്രായത്തിനോട് ചുറ്റിപ്പറ്റി ഉണ്ടാവുന്നു. അപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു വാർത്തയാണ്. ഒരു കോഴിമുട്ട, ഇപ്പൊ ഞങ്ങളുടെ പ്രദേശം മൂന്നിയൂർ എന്ന് പറയുന്ന തൊട്ടടുത്ത പ്രദേശത്ത് ഉണ്ടായ സംഭവമാണ്. ഒരു കോഴിമുട്ട എടുത്ത് ഒരാൾ എറിഞ്ഞ സമയത്ത് അയാളെ സംബന്ധിച്ചോളം അത് ദേഷ്യം പിടിക്കുകയും ആ ദേഷ്യം പിടിച്ച് ഇയാളൊന്ന് തള്ളിയത് അയാള് റോഡിലേക്ക് മലർന്നടിച്ചു വീണു, തല ബാക്കോട്ട് അടിച്ചു. അതിനെ ചുറ്റിപ്പറ്റി ആ മനുഷ്യന് മരണത്തിലേക്ക് കൊണ്ടുപോയി. ഇന്നിപ്പോ ആ ഉന്തിയ ആള് ജയിലിലാണ് കിടക്കുന്നത്. അതാണ് ഈ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു. ആ റിയാക്ടിലേക്ക് പോകാതെ റെസ്പോണ്ടിലേക്ക് പോവുക. അതാണ് പറഞ്ഞത്, ലൈഫ് ഇസ് 10% വാട്ട് ഹാപ്പൻ ടു യു, 90% ഹൗ യു റെസ്പോണ്ട് ടു ഇറ്റ്. ഈ റെസ്പോൺസിലേക്ക് വരണമെങ്കിൽ അവിടെ നല്ല നമ്മൾ അതിനു വേണ്ടി ഒരുപാട് കാര്യം മെഡിറ്റേഷൻ ചെയ്യേണ്ടി വരും. നമ്മൾ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമാണ്. അപ്പൊ ഇവിടെ ഞാൻ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ 4 ഇമോഷൻസ്, ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ്, സാഡ്, മാഡ്, ഗ്ലാഡ്, സ്കാഡ്, അതോടൊപ്പം തന്നെ പിന്നെ വെറുപ്പ്, ചില ആളുകൾക്ക് അസൂയ, അതൊക്കെ ഉണ്ടാവും. പോസിറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ക്ലാരിറ്റി നമുക്ക് വരണം. ഓരോ തോട്ടിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഇമോഷൻസ് എന്താണെന്നും ആ ഇമോഷൻസിനോട് ബേസ് ചെയ്തിട്ടുള്ള ഫീലിങ്സ് എന്താണെന്നും ആ ഫീലിങ്സിനോട് അനുബന്ധിച്ചുള്ള പ്രതികരണം എന്താ അല്ലെങ്കിൽ ബിഹേവിയർ എന്താണെന്ന് നമ്മൾ കോൺഷ്യസ് ആവുന്നതാണ്. നിങ്ങൾ കമ്പൽസീവ് ആവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ അടിമയാവും, വികാരങ്ങൾക്ക് അടിമയാവും. കോൺഷ്യസ് ആവുകയാണെങ്കിൽ വികാരങ്ങളുടെ യജമാനനായിട്ട് മാറും. അടിമയാവണോ ഉടമയാവണോ എന്നത് ആ കോൺഷ്യസിനെ ബേസ് ചെയ്ത്, അതാണ് മൈൻഡ്ഫുൾനെസ്. ഇതിൽ ഒരുപാട് ആളുകൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നുമില്ല, നമ്മളെ ബ്രീത്തിങ്ങിൽ ഒബ്സർവ് ചെയ്യാം. ഒരു മനുഷ്യന്റെ വിചാരങ്ങൾ വരുന്ന സമയത്ത് അയാളുടെ ശ്വാസഗതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ദേഷ്യം വരുന്ന സമയത്തുള്ള ബ്രീത്തിങ്ങും ഭയം വരുന്ന സമയത്തുള്ള ബ്രീത്തിങ്ങും അതോടൊപ്പം തന്നെ നമുക്ക് സങ്കടം വരുന്ന സമയത്തുള്ള ബ്രീത്തിങ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. സന്തോഷം വരുന്ന സമയത്തുള്ള ബ്രീത്തിങ് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഹാപ്പിനെസ്സിലേക്ക് വരുമ്പോൾ അയാൾ ഒരു ശാന്തമായ ഒരു പീസ് ലെവലിലായിരിക്കും വരാം. പക്ഷെ മറ്റു സമയത്ത് അയാളുടെ ബ്രീത്തിങ്ങിൽ താളം തെറ്റുന്ന വരാം. ഒരു ദിവസം നമ്മൾ ബ്രീത്തിങ് ശ്വാസം ഏകദേശം ഒരു 21,600 തവണ ബ്രീത്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു പഠനം പറയുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഹൃദയമിടിപ്പ് ഏകദേശം 1,00,000 തവണ 24 മണിക്കൂറിൽ മിടിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ഓരോ ഫീലിങ്സും നമ്മളെ മസിൽസിനെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പൊ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധമായ കാര്യമാണ്.
ഓരോ ഇമോഷൻസും ആ ഇമോഷൻസിനോട് അനുബന്ധിച്ചുണ്ടാവുന്ന ഫീലിങ്സ് ഷേപ്സ് മസിൽസ് എന്ന് പറയും. ഏകദേശം നമ്മുടെ മുഖത്തുള്ള മസിലുകൾ 43ഓളം മസിലുകൾ ഉണ്ട് എന്നാണ്, 43 ഉണ്ട്, 43ഓളം മസിലുകൾ നമ്മുടെ മുഖത്തുണ്ട്. ഇപ്പൊ സങ്കടമുള്ള ആളുടെ സമയത്തുണ്ടാവുള്ള അയാളുടെ മുഖഭാവത്തിന് ഒരുപാട് മാറ്റമുണ്ട്. സങ്കടമുള്ള ആളുകളുടെ മുഖത്തിൽ ഈ ചുണ്ട് മേലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് കാണാം. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നമുക്കൊക്കെ സങ്കടമുള്ള സമയത്ത് നമ്മുടെ മുഖം നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ ചുണ്ടിന്റെ ഭാഗത്തായിരിക്കും അതിന്റെ ഇത് വരും, നമ്മൾ മേലോട്ട് തള്ളി വെക്കും. ഇപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ മുഖത്ത് മസിലുകളൊക്കെ വലിഞ്ഞു മുറുകിയിട്ടുണ്ടാവും. അതേസമയം നമ്മൾ ചിരിക്കുന്ന സമയത്ത് 2 ഇഞ്ച് വലിപ്പമുള്ള ചുണ്ടിനെ 4 ഇഞ്ച് വലിപ്പമാക്കുന്ന പ്രക്രിയക്ക് ചിരി എന്ന് പറയും. അപ്പൊ നമ്മളൊരു പേന, നമുക്ക് നല്ല സങ്കടമുള്ള സമയത്ത് നമ്മളൊരു പേന ജസ്റ്റ് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ പിടിച്ചൊരു മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മളെ ബ്രെയിനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. കാരണം ആ ഇമോഷൻസിന് ബേസ് ചെയ്തിട്ടുള്ള പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹോർമോൺസ്, ഗ്ലാൻഡുകളാണല്ലോ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ കോൺഷ്യസ് ആവുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ദേഷ്യം വരുന്ന സമയത്ത് 5D എന്നൊരു കൺസെപ്റ്റ്, ആ 5D എന്നൊരു കൺസെപ്റ്റ് കോൺഷ്യസ് ഉള്ള ആൾക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒന്നാമത്തെ D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്ന് പറയാം. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ കോൺഷ്യസ് ആവണം. ഈ സ്പോട്ടിൽ ഞാൻ ഇവിടുന്ന് മാറിയില്ലെങ്കിൽ അത് അപകടം ഉണ്ടാക്കും എന്നൊരു കോൺഷ്യസ് വന്നില്ലെങ്കിൽ, ഇപ്പൊ കമ്പൽസീവ് ആണെങ്കിൽ അപ്പൊ തന്നെ പ്രതികരിക്കുകയാണ്. അത് കോൺഷ്യസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് അകലം പാലിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ ആ ഒരു ദേഷ്യവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇമോഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവും. രണ്ടാമത്തെ കാര്യം, ഡിസ്റ്റൻസ് കൊണ്ട് മാത്രം കാര്യമില്ല. ഒരുപക്ഷെ ആൾ ഡിസ്റ്റൻസ് കാത്തു സൂക്ഷിക്കണം, പക്ഷേ അയാളെ ഉള്ളിൽ ആ ഒരു അസ്വസ്ഥത ഇങ്ങനെ കൂടി പക്ഷെ ഒരുപക്ഷെ അയാൾ പുറത്തു പോയി വരുന്നത് ചിലപ്പോ കയ്യിൽ പിന്നെ മാരക ആയുധമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇയാൾ ഉപദ്രവിക്കുന്ന രീതിയിലായിരിക്കാം. അവിടെ ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മളെ കോൺഷ്യസ് ആവണം. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവ എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ നമ്മളെ സംബന്ധിച്ചോളം ആ ഒരു സംഗതിയോടുള്ള മൈൻഡിനെ മാറ്റുക. ഡിസ്ട്രാക്ഷന് പല മെത്തേഡ് സാധാരണ നമ്മൾ പറയാറുണ്ട്. ചില സമയത്ത് നമ്മൾ പറയില്ല, ആ ടോപ്പിക്ക് നീ മാറ്റി, അത് പറയില്ല, അത് പറയുമ്പോൾ എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നത്, ടോപ്പിക്ക് മാറ്റാൻ ഡിസ്ട്രാക്ഷന്റെ ഭാഗമാണ്. നമ്മൾ റിവേഴ്സിൽ കൗണ്ട് ചെയ്യുന്നത് ഡിസ്ട്രാക്ഷന്റെ ഭാഗമാണ്. പിന്നെ രസകരമായ മറ്റൊരു കാര്യം, ഇതൊന്നും ഓർമ്മ കിട്ടിക്കോണമെന്നില്ല, നമ്മളെ വലത്തെ കൈ പിന്നെ തള്ളവിരലോ അല്ല ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ഉയർത്തി പിടിക്കാം, ഇടത്തെ കൈ ഇങ്ങനെ പിടിക്കാം, നമ്മള് മുദ്ര ചിന്മുദ്ര ഇതിലിരിക്കാം. എന്നിട്ട് നമ്മളിത് ഇതിൽ ബോധപൂർവം അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ഞാൻ പ്രിയമുള്ളവരെ, ഇതൊന്നും ആ സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല എന്ന് വേറെ രസമുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, കോൺഷ്യസ് ആയെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഡിസ്ട്രാക്ഷൻ ആണ്, റിവേഴ്സിൽ കൗണ്ട് ചെയ്യുന്ന ഭാഗം. മൂന്നാമത്തത് ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളുടെ ഇമോഷൻസിന് എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, പ്രത്യേകിച്ച് തണുത്ത വെള്ളം, നിങ്ങളുടെ ഇതിനനുസരിച്ചാട്ടോ, തണുത്ത വെള്ളം അതോടെ മധുരമിട്ട വെള്ളം പറയുമ്പോൾ ഷുഗർ പേഷ്യന്റ് തന്നെ അതൊക്കെ ശ്രദ്ധിക്കണം. അതായത് നമ്മളെ ഒന്ന് കാമാക്കാൻ വേണ്ടിയുള്ള പ്രശ്നം വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കുമ്പോൾ അതിന് മാറ്റം ഉണ്ടാവും. ഓരോ സിപ്പായിട്ട് കുടിക്കണതാണ് അതിൻ്റെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ആ ഒരു ഉള്ളിലേക്ക് ഒരു റിലാക്സേഷൻ വരുന്നതുണ്ടോ. പിന്നെ നാലാമത്തെ ഒരു കാര്യം ബ്രീത്തിങ് ആണ്, ഡീപ് ബ്രീത്തിങ്. നമ്മൾ നന്നായിട്ട് പിന്നെ ശ്വാസഗതിയെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കൗണ്ട് ചെയ്യുക. അത് ബ്രീത്ത് ചെയ്യുമ്പോൾ സമയത്ത് പല മെത്തേഡുകളും അപ്ലൈ ചെയ്യാറുണ്ട്. 4-4-6 ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. 4-4-6 എന്ന് പറയുമ്പോൾ 4 നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് 4 കൗണ്ട് ചെയ്യുക, 1 2 3 4. പിന്നെ അവിടെ 4 ഹോൾഡ് ചെയ്യുക, നമ്മൾ ശ്വാസം വിടാതെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. പിന്നെ 6 എന്ന് പറയുമ്പോൾ എക്സൈൽ ചെയ്യുമ്പോൾ നമ്മൾ മൗത്തിലൂടെ ആണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. അപ്പൊ നന്നായിട്ട് അപ്പൊ 6 വരെ കൗണ്ട് ചെയ്യുക. ഇതൊരു 5-10 വട്ടം ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ദേഷ്യത്തിന്റെ ആ തീവ്രത നമ്മൾ കുറഞ്ഞു വരും. പിന്നെ 5ാമത്തെ D എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ദേഷ്യം പിടിച്ച ആളോടല്ല, പകരം നമ്മളെ മനസ്സിൽ ഈ അസ്വസ്ഥതകൾ ആരോടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ കുറെയൊക്കെ മാറ്റം വരും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കമ്പൽസീവ് ആയ ആളെ സംബന്ധിച്ചോളം ഇതിനൊന്നും പറ്റിക്കോളുന്നില്ല. അയാള് അവിടെ പിന്നെ അയാളുടെ ബോഡിയിലൊക്കെ മാറ്റം വരും. പക്ഷെ കോൺഷ്യസ് ആവുന്നതാണ്, കോൺഷ്യസ് ആവുമ്പോഴാണ് നമുക്ക്, അതാണ് പറഞ്ഞത്, ആ ഒരു പ്രതികരണ മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരാൻ സാധിക്കാന്ന്. ഇപ്പൊ ഇത് വളരെ ഇതല്ല കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാഡ്, ഇപ്പൊ ദുഃഖമാണെങ്കിലും, ഇപ്പൊ ദുഃഖം ചില ആളുകളെ സംബന്ധിച്ചോളം അവർ മുഖം എപ്പോഴും എന്തായിരിക്കണം, ഒരു സന്തോഷം ഉണ്ടാവില്ല, മുഖത്ത് എപ്പോഴും ഒരു വിഷാദ മുഖമായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർക്ക് പ്രത്യേകിച്ച് അവരെ പിന്നെ നമുക്കറിയാം, ദുഃഖം വരുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ഹോർമോൺ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അയാളെ പിന്നെ കോർട്ടിസോളിന്റെ ലെവൽ കൂടും. സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത്, സ്ട്രെസ് എന്ന ദുഃഖം,
ആ കോർട്ടിസോൾ നമുക്കറിയാം നമ്മുടെ ബോഡീനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതേസമയം അതിനെ നമ്മൾ മൂഡ് മാറ്റാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഹാപ്പിനെസ് കൊണ്ടുവരും. ഇപ്പൊ ഗ്ലാഡ്, പിന്നെ സാഡ്, മാഡ്, ഗ്ലാഡ്, സ്കേഡ് എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പൊ മാഡ് എന്ന് പറയുന്നത് നമ്മൾ ആങ്കറിനാണ് പറയുന്നത്. അപ്പം കാരണം അതാണ് പറഞ്ഞത്, ക്രോധോഭവതി സമൂഹ സ്മൃതി വൃദ്ധമാവണ്. ദേഷ്യം വരുന്ന സമയത്ത് അയാൾ ചിലപ്പോൾ ഭ്രാന്തനെ പോലെ പെരുമാറുന്ന അവസ്ഥ ഉണ്ടാവും. കാരണം അവിടെ അയാൾ അഡ്രിനാൽ ഗ്രന്ഥി, അഡ്രിനാലിന്റെ ഉൽപാദനം കൂടുകയും അയാൾ പരിസരം മറന്നിട്ട് പലതും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു ദേശത്തിന് കിണറ്റ് ചാടിക്കഴിഞ്ഞാൽ മറു ദേശത്തിന് തിരിച്ചു ചാടാൻ പറ്റൂല എന്ന് പറയാറുണ്ട്. അതെന്ന് വെച്ചാല് അയാൾക്ക് ആ അവസരം ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ സാഡിൽ നിന്ന് അയാൾ മാറണം. സാഡിൽ നിന്ന് മാറാൻ പല മാർഗമുണ്ട്. ഒന്ന്, അയാൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്കറിയാം ഈ ഹാപ്പിനെസ് ഹോർമോൺസ് എന്ന് പറയുന്ന ഹോർമോൺസ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗ്ലാഡ്, സന്തോഷത്തിന്റെ ഹോർമോൺസ് 4 എണ്ണമാണ്. ഒന്ന് പറയുന്നത് നമ്മളെ സാധാരണ ഡോസ് എന്നാണ് വിളിക്കുക, DOSE, ഡോപ്പോമിൻ, ഓക്സിറ്റോക്സിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ. ഇപ്പൊ ഡോപ്പോമിൻ പറയുമ്പോൾ റിവാർഡ് ഹോർമോൺ എന്ന് പറയും, ഓക്സിറ്റോക്സിൻ പറഞ്ഞാൽ ലവ് ഹോർമോൺ പറയും, സെറോട്ടോണിൻ പറഞ്ഞാൽ മൂഡ് സ്റ്റെബിലൈസർ ഹോർമോൺ പറയും, എൻഡോർഫിൻ പറഞ്ഞാൽ പെയിൻ കില്ലർ ഹോർമോൺ പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ സന്തോഷം ഉള്ള സങ്കടമുള്ള ഒരാൾ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ അയാൾ ബോധപൂർവം അയാൾ എന്ത് ചെയ്യണം, കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ ഹാപ്പിനെസിന്റെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മളെ ഗ്ലാൻഡ് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഉൽപ്പാദിക്കും. ഇപ്പൊ ചില ആളുകൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് വരും. ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മിക്ക ആളുകളും മറ്റുള്ളവരെ റിമോട്ട് കൺട്രോൾ പോലെയാനാവുന്നു. അതുകൊണ്ടാണ് ഡാനിയൽ ഗോൾമാൻ പറയുന്നത് 75% നിങ്ങളുടെ ജീവിത വിജയ അല്ലെ പരാജയം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതാണ്. 75% ഡാനിയൽ ഗോൾമാൻ അതിന് മാർക്ക് ഇട്ടിട്ടുള്ളത്. നമ്മൾ വ്യക്തി ജീവിതത്തിൽ 75% വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചോളം അതുകൊണ്ടാണ് ഇന്റലിജൻസിന്റെ രാജാവെന്ന് ഇമോഷണൽ ഇന്റലിജൻസിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം, സാധാരണ പറയാറുണ്ട്, ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത കിടക്കുന്നത് ബിയുടെയും ഡിയുടെയും ഇടയിലുള്ള സി എന്ന ലെറ്ററിനെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ബി എന്ന് പറയുന്ന ലെറ്ററിന്റെ ബർത്ത് ആണെങ്കിൽ, ഡി എന്ന് പറഞ്ഞാൽ ഡെത്ത് ആണെങ്കിൽ, സി എന്ന് പറഞ്ഞാൽ ചോയ്സ് ആണ്. ഓരോ ഇമോഷൻസ് നമ്മളിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഞാൻ എങ്ങനെ ഇതിനോട് നമ്മളെ ആ ചോയ്സ് കമ്പൽസീവ് ആയിട്ടാണോ അല്ലെങ്കിൽ കോൺഷ്യസ് ആണോ, എനിക്കിത് കമ്പൽസീവ് ആണെങ്കിൽ അപകടം ചെയ്യുമെന്നൊരു അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് മാറിയിരിക്കും. ഇതിനനുസരിച്ച് പ്രതികരിക്കണ്ട എന്നല്ല, പ്രതികരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് അരിസ്റ്റോട്ടിലിന്റെ വാക്ക് വീണ്ടും പറയും, ആർക്കും കോപിക്കാം, അത് എളുപ്പമാണ്. പക്ഷെ കോപിക്കേണ്ടത് ശരിയായ വ്യക്തിയോട് ശരിയായ അളവിൽ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ കാര്യത്തിന് ഇത് അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത് ആ കോൺഷ്യസ് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഡെയിലി മൈൻഡ്ഫുൾനെസ് പോലത്തെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം ഓരോ ഇമോഷൻസിനെ അവർക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓരോ തോട്ടിനെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ആ തോട്ടിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണമുള്ള ആ ഒരു പോസ് ചെയ്യാനുള്ള ആ ഒരു ഇത് നമുക്ക് ഓർമ്മ വരും. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇനി നമ്മുടെ ശരീരത്തെ നമ്മളെ പിന്നെ മനസ്സിലൂടെ പോകുന്ന ഓരോ ഇമോഷൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് അത്ര എളുപ്പമല്ല കേട്ടോ, ഒറ്റയടിക്ക് കാര്യമല്ല. നമ്മൾ നന്നായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ സഹായമാകും. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഹാപ്പിനെസ്, ഞാൻ പറഞ്ഞല്ലോ, ഹാപ്പിനെസ് എന്ന ഇമോഷൻസ് നമ്മളെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. വാട്ട് യു തിങ്ക് യു ബിക്കം വാട്ട് യു ഫീൽ യു അട്രാക്ട് എന്ന് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ ഫീലിംഗും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള അട്രാക്ട് ചെയ്യും. ഇപ്പൊ ഒരു ദുഃഖം തളം കെട്ടിയിരിക്കുന്ന ഒരു മുഖഭാവമുള്ള ഒരാളുടെ അടുത്തേക്ക് ഒട്ടുമിക്ക ആളുകളും എന്ത് ചെയ്യില്ല, അങ്ങനെ വല്ലാതെ അവർ കൂടെ കമ്പനി കൂടാൻ താല്പര്യപ്പെടില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും സങ്കടം മാത്രമേ ഉള്ളൂ. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പരാതിയും പരിഭവവും പറയുന്ന ആളുകളുണ്ട്. അവർ ഈ നന്ദി, ഒട്ടുമിക്ക ആളുകൾക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത് ഒരാൾക്ക് സന്തോഷം അയാളെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നമ്മൾ പാലിച്ചാൽ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും. എല്ലാവരും തേടുന്നത് ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ് ഈ നെട്ടോട്ടമൊക്കെ മിക്ക ആളുകൾ ഓടുന്നത്. 4 കാര്യങ്ങളാണ് അവർ പിന്നെ ന്യൂറോ സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത് ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട്. ഒന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലുള്ള ആളുകളെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചോളം ഈ ഏത് കാര്യത്തെ അവര് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കയറ്റത്തിന് ഇറക്കം പോലെ തന്നെ ജീവിതം വെല്ലുവിളി നേരിട്ടതാണ്. സുഖം ഉള്ളാകുമ്പോൾ ദുഃഖവും ഉണ്ടാവും. പക്ഷെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സുഖം ഉണ്ടായിക്കോണമെന്നില്ല. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്ന സമയത്ത് അയാളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അത്ഭുതകരമായി സെറോട്ടോണിൻ പോലത്തെ ഹോർമോൺസിന്റെ ഉൽപ്പാദനം കൂടും. മറ്റൊരാൾ രണ്ടാമത് പറയുന്നത് കമ്പാഷൻ കൊണ്ടുവരണം.
ആർദ്രത, അലിവ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യനായ മനുഷ്യത്വം കൊണ്ടുവരുമ്പോ മഹാകവി അക്കിത്തത്തിന്റെ വരികൾ പറയുകയാണെങ്കിൽ, ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി നാം പൊഴിക്കവേ ഉദിക്കുകയാണിൻ ആത്മാവിൽ 1000 സൗരമണ്ഡപം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവഴിക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. ഒട്ടുമിക്ക ആളുകളും സെൽഫിഷായി കൊണ്ടിരിക്കുമ്പോൾ ഈ സെൽഫിഷ് എന്ന് സെൽഫ്ലെസ്സിലേക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഡിപ്രഷൻ പോലത്തെ പല ഈ നമുക്കറിയാം മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്നത്. ഇപ്പൊ ഡിപ്രഷനിലുള്ള ആളുകൾക്ക് അവരിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുന്നൊരവസ്ഥ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ആ ഒരു മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം കൊണ്ടുള്ള കമ്പാഷൻ വരണം, ആർദ്രത, അലിവ്. ഇപ്പൊ നമ്മൾ സിജി ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ഒരുപാട് പ്രമുഖ വ്യക്തികളെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇപ്പൊ ഏകദേശം ഇതിപ്പോ 287ാമത്തെ സെഷൻ എടുക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളെയൊക്കെ ഇപ്പോൾ വിദേശത്തും സ്വദേശത്തുള്ള ആളുകളൊക്കെ ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ പ്രത്യേകിച്ച് മാത്രം ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ സമയത്ത് ലൈവിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് വീണ്ടും കേൾക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുമ്പോൾ ഈ മനുഷ്യത്വം കൊണ്ടുവരാനുള്ള ഒരു അവസരം, കമ്പാഷൻ കൊണ്ടുവരണം. കമ്പാഷൻ ഉണ്ടാവുമ്പോഴാണ് ഇപ്പൊ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, ചില ആളുകൾ പറയും പോലെ ആളാവാൻ വേണ്ടി ചെയ്യാണ്, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഈ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹാപ്പിനെസ് ഹോർമോൺസിന്റെ ഉത്പാദനം അത് അയാൾക്കേ അറിയുള്ളൂ. അത് ചില ആൾക്കാർ സോഷ്യൽ മീഡിയ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരു പക്ഷേ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റോ ഒന്നും അവർ കിട്ടിക്കൊള്ളുന്നത്, പക്ഷെ അവരുടെ മനസ്സിൽ ദൈവം അങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ എന്ത് ചെയ്യും, ഈ ഒരു സന്തോഷം കൊണ്ട് ഒരു കമ്പാഷനിലാക്കും. മൂന്നാമത്തെ ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം പറഞ്ഞത് സെൻസ് ഓഫ് ഹ്യൂമർ. സെൻസ് ഓഫ് ഹ്യൂമർ ലൈഫിൽ കൊണ്ടുവരും. ഞാൻ ഒരു 2 മിനിറ്റ് കൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാൻ, ഞാൻ പറഞ്ഞത് വലിയ ടോപ്പിക്കാണ്, ജസ്റ്റ് ഈ ഹാപ്പിനെസ്സിലും നമ്മൾ അവസാനിപ്പിക്കാരിലേക്ക് പോകുന്നു. സെൻസ് ഓഫ് ഹ്യൂമർ. ചില ആളുകൾ എപ്പോഴും ഈ മസിൽ പിടിച്ചിരിക്കുന്നതാണ്. അവര് ഒരു തമാശ കേട്ടാൽ പോലും ഒരു സന്തോഷിക്കൂല. അത് വലിയ തമാശയായിട്ട് വന്നിരിക്കണം എന്ന് പറയും. എത്രയോ കോമഡി സീനുകൾ കണ്ടാൽ ഇവരിങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന സ്വഭാവമാണ്. സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്ത ആളുകൾക്ക് ഹാപ്പിനെസ് വളരെ കുറവായിരിക്കും. ഹാപ്പിനെസ് ഇല്ല എന്നല്ല, കുറവായിരിക്കും. നാലാമത് പറയുന്നത് കണക്ഷൻസ് ആണ്. കണക്ഷൻസ് നമ്മളെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരിക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ബന്ധങ്ങളാണ്. ഈ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇമോഷൻസ്, വ്യക്തിബന്ധങ്ങള്. ഇവിടെ എനിക്ക് ആംഗലോടെ വാക്ക് ഓർമ്മയാണ്. പീപ്പിൾ വിൽ ഫോർഗെറ്റ് വാട്ട് യു സേഡ്, പീപ്പിൾ വിൽ ഫോർഗെറ്റ് വാട്ട് യു ഡിഡ്, പീപ്പിൾ വിൽ നെവർ ഫോർഗെറ്റ് ഹൗ യു മേക്ക് ദം ഫീൽ എന്നാണ്. ഐ റിപ്പീറ്റ്, പീപ്പിൾ വിൽ ഫോർഗെറ്റ് വാട്ട് യു സേഡ്, പീപ്പിൾ വിൽ ഫോർഗെറ്റ് വാട്ട് യു ഡിഡ്, and you will never forget how you make them feel. നമ്മൾ ഓരോ വ്യക്തികളുമായിട്ട് ഫീലിങ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന അതാണ് പ്രിയമുള്ള ഫീലിങ്സ് ആണ് ഒരു മനുഷ്യനെ അടുപ്പിക്കുന്നതും ഫീലിങ്സ് ആണ് മനുഷ്യനെ അടുപ്പിക്കലും വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് തകരാറായിട്ടുണ്ട്. നമ്മള് ഏകദേശം 7 മണിക്ക് നിർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 6:58 ആയിട്ടുണ്ട്. വളരെ സന്തോഷം. ഈ ടോപ്പിക്ക് ഒരു വലിയ ടോപ്പിക്കാണ്. അത് ഞാൻ ചുരുങ്ങിയ രീതിയിൽ അവതരിപ്പിച്ചു. എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം ഇത് കേട്ടു എന്നത് എനിക്കറിയില്ല, നെറ്റ്വർക്ക് മാത്രം സ്ട്രോങ് ആയെന്ന് അറിയില്ല. ഞാൻ ഒരു ഇങ്ങനെ സ്പീഡിൽ കുറച്ച് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് എന്തെങ്കിലും ക്ഷമിക്കുക. ഈ ക്ലാസ് പങ്കെടുക്കാൻ ഒരുപാട് ആളുകൾ ഞാനിപ്പോൾ ഇതിൽ കാണുന്നു. മൊയ്തീൻകുട്ടി സാറെ കാണുന്നുണ്ട്. ബാക്കിയുള്ളവർ എൻ്റെ ക്യാമറയിൽ കാണുന്നത് സബിത മാം ഉണ്ട്, അബ്ദുൽ ഗഫൂർ സാറ്, അൻവർ സാർ, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പങ്കെടുക്കാൻ സാധിച്ചത്. പിന്നെ പ്രാക്ടിക്കലായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ഒബ്സർവ് ചെയ്യുന്നതാണ്. ഏതായാലും ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കിങ്ങനെ അവസരം തന്ന ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള പിന്നെ നൂസിഫ മാം, അതോടൊപ്പം ടീം ഇൻചാർജ് നസീബ ബഷീർ, ഷമീമ ഷാജിർ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സെഷൻ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഡിവിഷന്റെ 287ാമത്തെ ദിവസം വളരെ മനോഹരമായ, വളരെ ബൃഹത്തായ ഒരു വിഷയത്തെ നർമ്മരസങ്ങളിലൂടെയും കവിതാ ശകലങ്ങളിലൂടെയും അങ്ങനെ ഒരുപാട് മേഖലകളെ തട്ടി പോയിക്കൊണ്ട് സർ ഇവിടെ വളരെ നല്ലൊരു സെഷനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് ജീവിതം എത്രത്തോളം കൂടുതൽ നന്നായി മനോഹരമായി കൊണ്ടുപോകുക എന്ന് സാർ ഇവിടെ
ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ട് ഇമോഷൻസിന്റെ അടിമയാകണോ ഉടമയാകണോ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിലാണ് സാറിന്റെ സെഷൻ. സാറിന്റെ ഡിവിഷന്റെയും സിജിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. വളരെ വലിയൊരു വിഷയത്തെ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത്രയും നന്നായി സാറ് പറഞ്ഞതിന്റെ നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനും സിജിയുടെയും ഡിവിഷൻ ടീമിന്റെയും നന്ദി പറയുന്നത്. നമ്മുടെ പാർട്ടിസിപ്പൻസ് ആണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് 150ഓളം ആൾക്കാരുണ്ടായിരുന്നു. അത് തന്നെ വളരെ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ പ്രിയപ്പെട്ട ഡയറക്ടർ ന്യൂസിയ മാഡം, കൂടെയുള്ള നസീബ മാഡം, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ സോമൻ കടലൂറിന്റെ ഒരു കവിതയുണ്ട്. തെല്ലൊന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞ് അവസാന കനലും തല്ലിക്കെടുത്തി നീ പോയിട്ട് എത്ര കാലമായി, ഒന്നും മണക്കാനാവാതെ ഉള്ളു പൊള്ളിക്കിടക്കുന്നു ഇപ്പോഴും ഞാൻ. അങ്ങനെ ഉള്ളു പൊള്ളിക്കിടക്കാൻ ഇടയാവാതെ നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ വരുതിയിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ പുതിയൊരു വിഷയമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തേക്ക് വിട. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.